അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സെക്രട്ടറി അംഗങ്ങളെ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് നന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു യോഗത്തിൽ ഒരു സമിതി രൂപീകരിക്കുകയും അതിൽ ഇടുക്കി ജില്ലയുടെ പ്രതിനിധികളായി എന്നെയും എൻ്റെ സഹപ്രവർത്തകൻ ടി റഹ്മാനെയും ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ചുമതലപ്പെടുത്തിയതായും ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്തയുമായോ യാതൊരുവിധ ബന്ധവും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളുമായി ബന്ധപ്പെടുകയോ ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ നിലപാടുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്തവരാണ് ഞങ്ങൾ എന്ന കാര്യം ബഹുമാനപ്പെട്ട സെക്രട്ടറി തങ്ങളെയും മറ്റുള്ളവരെയും അറിയിക്കുകയാണ്. ഞങ്ങളുടെ അറിവും സമ്മതവും ഇല്ലാതെ വ്യാജമായാണ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾ അതിയായി പ്രതിഷേധിക്കുന്നു. ഇത്തരം ഒരു മതസംഘടനയുടെ മറവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ എനിക്ക് പാടില്ലാത്തതാണ്. ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് തന്നെ ഘടക വിരുദ്ധമാണ്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട നമ്മളൊക്കെ വളരെ ആദരിച്ചിരുന്ന നേതാക്കന്മാരൊക്കെ പിന്മാറുകയും ചെയ്യണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വാർത്തയുമായോ അതിൽ സ്കൂളിൽ ചെയ്യുന്ന കമ്മിറ്റിയുമായോ ഒന്നും യാതൊരു ബന്ധവും ഇല്ലെന്നും കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. ഹുസൈൻ തങ്ങൾ മാസ്തിക്കൊണ്ട് ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ മുതൽ ഒരു സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു ലിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഓടുന്നത് കണ്ടു. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു യോഗത്തിന് പോവുകയോ അങ്ങനെ ഒരു സമിതിയുമായി നമ്മളുമായി കൂടി ആലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ അങ്ങനെ ഒരു സമിതി രൂപീകരിച്ചതോ അല്ലെങ്കിൽ അത്തരം ഒരു സമിതി ഞങ്ങൾ പേര് ചേർക്കുന്നതോ ഒന്നായിട്ട് ഒരു വിവരം എനിക്കില്ല. ഞാൻ അറിയില്ല. അങ്ങനത്തെ ഒരു സമിതി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നോട് ആരും കൂടി ആലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. അഥവാ ഈ ഒരു സമിതിയുമായി ഒരു ബന്ധവും എനിക്കില്ല എന്ന് യത്നിച്ചിട്ടുണ്ടോ. പിന്നെ സമസ്ത സംവിധാനങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഈ നടക്കുന്ന ചർച്ചകൾ കാര്യങ്ങൾ അതിലൊക്കെ സ്വാഭാവികമായിട്ടും പല ചർച്ചകളും അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാവരും പല സ്ഥലത്തും പല രീതിയിലും പങ്കുവെക്കുന്നുണ്ട്. എന്ത് പങ്കുവെച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ആദ്യവും അവസാനവും സമസ്ത തന്നെയാണ്. അതിലൊരു മാറ്റമോ വിട്ടുവീഴ്ചയോ ഇല്ല. സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ല. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ അത് സമസ്തക്ക് അകത്ത് നിന്ന് തന്നെ പറയേണ്ട സ്ഥലത്ത് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും സമസ്തയുടെ നേതൃത്വം ബഹുമാനപ്പെട്ട മുത്തപ്പങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദും അതുപോലെ കൊയ്യോട് ഉസ്താദും എം ടി ഉസ്താദും അവരൊക്കെ എന്താണ് പറയുന്നത് ആ ഒരു സംവിധാനവുമായി തന്നെ അവരുടെ പിന്നിൽ അടിവച്ച് ഇൻഷാ അല്ലാഹ് ഭരണം വരെ തുടരാനും ഇൻഷാ അല്ലാഹ് സമസ്തക്ക് ശക്തി പകരാനും സാധ്യമായി ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അതുമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചുറ്റി പറഞ്ഞ ആ സമിതിയും സംവിധാനവുമായി ഒരു ബന്ധവും നമുക്കില്ല എന്ന് യത്നിച്ചു. എനിക്കില്ല. എനിക്ക് മാത്രമല്ല ഞാൻ ഈ പറയപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് കാസർഗോഡ് ജില്ലയിലെ ആളുകളൊക്കെ കൂടിയാലോചിക്കുകയും ചെയ്തു. കാരണം എവിടെ എന്താണ് ഇത് സംഭവം വന്നത്, അതുകൊണ്ടാണ് പ്രതികരിക്കാൻ ലീക്കായത്. ഇതുവരെ അതിന്റെ ആരാണ് എന്തെന്നുള്ളത് ഇതുവരെ നമുക്കതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അത് ചെയ്താണ് ഇൻഷാ അല്ലാഹ് അന്വേഷിച്ച് നമുക്ക് വിജയമായി തീരുമാനം കൈകൊള്ളുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സമസ്ത സ്നേഹികളായ നേതാക്കളെ, സുഹൃത്തുക്കളെ, വോയിസുമായിട്ട് വന്നത് റഷീദ് പിടിച്ചാണ്. വോയിസ് വരാൻ കാരണം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്നുള്ള പേരിൽ ചർച്ച നടക്കുന്നത് അറിയാൻ വേണ്ടി സാധിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ഘടകങ്ങളിൽ ഭാരവാഹിത്വം വഹിക്കുന്ന സേതുസേതങ്ങളും സാജി പള്ളിപ്പുഴയും എം.എച്ച്. മഹമ്മൂദാജിയും ഒക്കെ ആയി സംസാരിച്ചു. അവരുടെയും നിലപാട് ഇത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലപാട് എന്ന് പറയുന്നത് നമ്മുടെ നിലപാടും ആദർശവും ആവേശവും ഒക്കെ സമസ്തയാണ്. മഹാനായ സയ്യിദുൽ മജ്ദി മുത്തുക്കോയ തങ്ങളും ഷേഖുൽ ജാമിഅ അലിക്കുട്ടി ഉസ്താദും കൊയ്യോട് ഉസ്താദും എം ടി ഉസ്താദും പാണക്കാട് സയ്യിദന്മാരും ഒരുമിച്ച് നിൽക്കുന്ന സമസ്തയാണ് നമ്മൾ ഇതുവരെ കണ്ടതും. ആ സമസ്ത തന്നെയാണ് നമുക്ക് ഇനി സമൂഹത്തിന് നേതൃത്വം നൽകാൻ ആവശ്യമുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളീയ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് എന്നുള്ളത് സമസ്തയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമസ്തയാണ് അവസാന വാക്ക് എന്ന് പറയുമ്പോൾ സമസ്തയുടെ നിലപാട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ് പറയുന്നത്. ആദർശത്തിന്റെ അവസാന വാക്ക് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ്. അങ്ങനെ ഇരിക്കെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലടക്കം സമസ്തയുടെ ആദർശം പറയാൻ സമസ്തയും അതിന്റെ കീഴടങ്ങളും ധാരാളമുണ്ട്. അങ്ങനെ സമസ്തയുടെ കീഴടങ്ങളും ആദർശം പറയാനുണ്ടായിരിക്കെ പുതിയ ഒരു ആദർശ സമിതിയുടെ ആവശ്യമില്ല എന്നും ആ ആദർശ സമിതിയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നും മാത്രമല്ല ഈ ആദർശ സമിതിയുടെ പ്രവർത്തനങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നടക്കാതിരിക്കാൻ മാത്രമല്ല അതിന്റെ ഒരു ചലനവും ഇല്ലാതിരിക്കാനും ഏതറ്റം വരെ പോകുന്നുണ്ടെങ്കിലും ആ അറ്റം വരെ പോകാനും അത് ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരെക്കാളും മുമ്പന്തിയിൽ ഈ വിനീതരുണ്ടാകുമെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉറപ്പ് നൽകിയാണ്. മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച് കളരിയായി വന്നത് SKSF കൂടിയാണ്. 15ാമത്തെ വയസ്സിൽ SKSF ജില്ലയിലെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി കടന്നു വന്ന ഞാൻ 20 വർഷത്തോളം SKSF ഭാരവാഹിത്വം വഹിച്ചാണ്. ആ ഭാരവാഹിത്വം വഹിച്ച് എനിക്ക് SKSF നിലപാടും സമസ്തയുടെ നിലപാടും എന്താണെന്നും
അത് എങ്ങനെയാണ് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതെന്നും എങ്ങനെയാണ് ബോധ്യപ്പെടുത്തിയത് എന്നും എന്നെ കൂടെ പ്രവർത്തിച്ചവർ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട്, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മെസ്സേജുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് തീർക്കാനുള്ള ഒരു ഹേതുവായിട്ട്, ഒരു മെസ്സേജായിട്ട് ഈ വോയിസിനെ കണക്കാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് കാസർഗോഡ് ജില്ലയിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ നയിക്കാൻ കരുത്തുറ്റ നേതൃത്വമുണ്ടെന്നും കേന്ദ്ര മുഷാവറ എടുക്കുന്ന ഏത് തീരുമാനത്തിന്റെയും പിന്നിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമസ്തയെ ശക്തിപ്പെടുത്താൻ നമുക്കും സമസ്തയുടെ കീഴ്ഘടകങ്ങൾക്കും ഒന്നിച്ചു നിൽക്കാമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.